ശ്രീ ജയചന്ദ്രൻ, സംഘപരിവാർ കൂട്ട്, സംഘപരിവാർ അഭിനിവേശം ഭരണത്തിലെത്തിയ നാൾ മുതൽ ഭരണത്തിലെത്തും മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കും മുമ്പ് തന്നെ മംഗലാപുരം യാത്രയിൽ തന്നെ വി ഡി സതീശൻ പലവിധ ഞാൻ ഈ സൂചിപ്പിച്ച വിധമുള്ള പലവിധ ചോദ്യങ്ങൾക്ക് നടുവിലാണ്. ഇപ്പോഴും തൃപ്തികരമായ ഉത്തരമായ യാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില സംഘപരിവാർ ഷെയ്ഡ്സ്, അവിടെ നടന്ന കൂടിക്കാഴ്ചകൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ചോദ്യങ്ങൾ വന്നിട്ടും അതിന് പൊതുസമൂഹത്തിലേക്ക് തൃപ്തികരമായി മറുപടി പറയുന്ന വിധത്തിലേക്ക് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി പിന്നീട് ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല. പല വിവാദങ്ങൾ വന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ പുതിയ പ്രശ്നം, ശേഷാദ്രിനാഥൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ഇതുവരെ വന്നതിനേക്കാൾ കുറെ കൂടി ഗൗരവമുള്ളതാണോ? അത് വി ഡി സതീശനെ സംബന്ധിച്ച് അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നാണോ? ശരത്തിന്റെ ചോദ്യത്തിന് വലിയ കനമുള്ള, വലിയ തൂക്കമുള്ള ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇനി വരും നാളുകളിൽ, വരും മാസങ്ങളിലും വരും വർഷങ്ങളിലും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഉഷ്ണതരംഗങ്ങൾ ഒട്ടും ചെറുതായിരിക്കില്ല എന്ന് ആദ്യമേ ഒരഭിപ്രായം ഞാൻ പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം. ഇത് ഈ ശേഷാദ്രിനാഥന്റെ കേസ് മാത്രമല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ് 1 നടത്തിയ മൂകാംബിക യാത്ര, ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് വി ഡി സതീശൻ നടത്തിയ യാത്ര, അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ തുടരുകയാണ്. റിസൾട്ട് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ അതിനു വേണ്ടി നടത്തിയ ഒരുപാട് പോരാട്ടങ്ങൾ എന്ന് തന്നെ പറയണം. അതല്ല അതിൽ കുറഞ്ഞ ഒരു വാക്കുകൊണ്ടും ആ നാളുകളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ, പ്രത്യേകിച്ചും സതീശനും മുസ്ലിം ലീഗും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. അന്ന് മുതൽ ഏതാണ്ടൊരു അവിഭാജ്യമായ ഈ കൂട്ടുകെട്ട് എന്നുള്ള നിലയിലാണ് സതീശൻ മാത്രം ഒരു ഭാഗത്തും മറുഭാഗത്ത് ഘടകകക്ഷിയായ മുസ്ലിം ലീഗും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഒടുക്കത്തെ ഒരു സംഗതിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം, ഈ വിവാദം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അതിലേക്ക് ചിന്തിക്കുന്നതിന് മുൻപ് ഇദ്ദേഹം നമ്മുടെ ചർച്ചയിൽ ഇപ്പോഴുള്ള ശ്രീ PM നിയാസ് AICC നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പൊ തൊട്ടപ്പുറത്ത് കർണാടകയിൽ RSSനെതിരെ വലിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ് കേട്ടോ ശരത്തെ. അവിടെ ആ പോർമുഖം തുറന്നിരിക്കുന്ന AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെയുടെ മകൻ ആണ്. പ്രിയങ്ക് ഖാർഗെ ആഭ്യന്തരമന്ത്രിയാണ് അവിടുത്തെ. അദ്ദേഹം RSSന് രജിസ്ട്രേഷൻ ഇല്ല, എന്തുകൊണ്ട് RSS സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, നിയമാനുസൃതം രജിസ്റ്റർ ചെയ്തിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാനുള്ള മര്യാദ കാണിക്കണം എന്ന് പറഞ്ഞ് മോഹൻ ഭാഗവതിന് കത്തെഴുതിയിട്ട് അതിനെ പുച്ഛിച്ചു തള്ളി. അതിനുശേഷം ഏതോ ഒരു BJP-കാരൻ കർണാടക ബംഗളൂരു മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തു. മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം 21-ന് ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. RSSുമായി ബന്ധപ്പെട്ട കർണാടകത്തിലെ മന്ത്രിയുടെ കേസിൽ. ഇവിടെ RSSുമായി ഏതൊക്കെ നിലയിൽ ഒത്തുതീർപ്പാകാം എന്നുള്ള വിവിധ കാര്യങ്ങൾ ആലോചിക്കുന്നു. അത് ഈ ശേഷാദ്രിയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബജറ്റിലെ പ്രധാനപ്പെട്ട 4 വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നല്ലോ. ഈ മിഷൻ സമുദ്ര, റെയർ എർത്ത് കോറിഡോർ, കേരളത്തിനെ ഒരു പോർട്ട് സിറ്റി അല്ലെങ്കിൽ ഹബ്ബ് ആക്കാനുള്ള തീരുമാനം, പിന്നെ ബ്ലൂ ഇക്കോണമി. ഈ 4 വിഷയങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത്. 19-ാം തീയതി പറഞ്ഞ ബജറ്റിൽ. അത് എത്രത്തോളം അത് കൊണ്ടുവച്ചിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത്, കാര്യം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല. ഈ ബജറ്റിൽ സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതികൾക്ക് 4-നും ലക്ഷക്കണക്കിന് കോടി രൂപ വേണം. 50 ലക്ഷം കോടി രൂപയോ 100 ലക്ഷം കോടി രൂപയോ ഒക്കെ വേണം അത്തരത്തിലുള്ള പദ്ധതികൾക്ക്. അതാണ് KC വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നില്ലേ? ഇത്തരം നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടിട്ട് വേണം ചെയ്യാൻ. അതുപോലും മറന്നുകൊണ്ടാണ് ബജറ്റിൽ ഈ പ്രഖ്യാപനം അവതരിപ്പിക്കുകയും അതിനെ സംബന്ധിച്ച് മീഡിയ റൂമിൽ പിന്നീട് വിശദീകരിക്കുകയും
അതിനുശേഷം ഇതുവരെയും അതുമായിട്ട് ശരി മുമ്പോട്ട് ശരി പോവുകയും ചെയ്യുന്ന നടപടിയിൽ ഈ മുഖ്യമന്ത്രി മാറുന്നില്ല.